വിദർഭയ്ക്കെതിരായ രഞ്ജി ട്രോഫി ഫൈനലിൽ നിർണായകമായ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് കേരളം. വിദർഭയുടെ ആദ്യ ഇന്നിംഗ്സ് സ്കോറായ 379-നെതിരെ ബാറ്റ് ചെയ്ത കേരളം ഒരു ഘട്ടത്തിൽ അനായാസം ലീഡിലേക്ക് എത്തുമെന്ന് കരുതിയെങ്കിലും 342 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഇതോടെ എതിരാളികൾക്ക് 37 റൺസിന്റെ ആദ്യ ഇന്നിംഗ്സ് ലീഡാണ് ലഭിച്ചത്. 6 വിക്കറ്റ് നഷ്ടത്തിൽ 324 എന്ന മികച്ച നിലയിൽ നിന്നാണ് 18 റൺസ് എടുക്കുന്നതിനിടെ കേരളം അവസാന 4 വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തിയത്. 98 റൺസ് എടുത്ത സച്ചിൻ ബേബിയുടെ വിക്കറ്റ് നഷ്ടമായതിനു ശേഷമായിരുന്നു കേരളത്തിന്റെ തകർച്ച. അതേസമയം രഞ്ജി ട്രോഫി ഫൈനലിലെ അമ്പയറിംഗ് കേരളത്തിന് പലതവണ തിരിച്ചടിയായെന്ന വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അമ്പയർമാരുടെ പല തീരുമാനങ്ങളും കേരളത്തിനെതിരെ വന്നെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ പ്രമുഖ അമ്പയർമാരായ അനിൽ ചൗധരിയും ജയ് മദനഗോപാലുമാണ് രഞ്ജി ട്രോഫി ഫൈനൽ നിയന്ത്രിക്കുന്നത്. ഫീൽഡിൽ ഇവർ എടുത്ത നിരവധി തീരുമാനങ്ങൾ തെറ്റിയെന്നും ഫൈനലിലെ അമ്പയറിംഗ് നിലവാരം മോശമാണെന്നുമാണ് വിമർശനങ്ങൾ. ഇതിൽ മുഹമ്മദ് അസ്റുദ്ദീന്റെ LBW വിക്കറ്റിലടക്കം കേരളത്തിന് എതിരെ വിധി വന്നെന്നാണ് കട്ടക്കലിപ്പിൽ ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. രഞ്ജി ഫൈനലിൽ അമ്പയറിംഗ് തീരുമാനങ്ങളിൽ പലതും കേരളത്തിന് എതിരെ വന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ ആഞ്ഞടിച്ച ആരാധകർ രംഗത്തെത്തിയിട്ടുണ്ട്. കേരളത്തോട് കാണിക്കുന്നത് നീതികേടാണെന്നും വരും ദിവസങ്ങളിലെങ്കിലും അമ്പയറിംഗ് നിലവാരം ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് തങ്ങളെന്നും ആരാധകർ പറഞ്ഞു. അതേസമയം 3 വിക്കറ്റിന് 131 റൺസ് എന്ന നിലയിലാണ് കേരളം 3-ാം ദിവസം ബാറ്റിംഗ് തുടങ്ങിയത്. ആദ്യ പന്ത് തന്നെ ബൗണ്ടറി കടത്തിയാണ് തുടങ്ങിയതെങ്കിലും കരുതലോടെയാണ് ആദിത്യ സർവാദയും സച്ചിൻ ബേബിയും ഇന്നിംഗ്സ് മുന്നോട്ട് നീക്കിയത്. സ്കോർ 170-ൽ നിൽക്കെ ആദിത്യ സർവാദയുടെ വിക്കറ്റാണ് കേരളത്തിന് ആദ്യം നഷ്ടമായത്. 79 റൺസ് എടുത്ത സർവാദെ ഹർഷ് ദുബെയുടെ പന്തിൽ ഡാനിഷ് മലേവാർ പിടിച്ച് പുറത്താവുകയായിരുന്നു. ഒരറ്റത്ത് സച്ചിൻ ബേബി ഉറച്ചു നിന്നെങ്കിലും തുടർന്നെത്തിയ മറ്റാർക്കും ദീർഘമായ ഇന്നിംഗ്സുകൾ കളിക്കാനാവാതെ പോയത് കേരളത്തിന് തിരിച്ചടിയായി. സമീപ മത്സരങ്ങളിൽ രക്ഷകനായി അവതരിച്ച സൽമാൻ നിസാർ 21 റൺസ് എടുത്ത് പുറത്തായി. സച്ചിൻ ബേബിയും മുഹമ്മദ് അസ്റുദ്ദീനും ചേർന്ന 59 റൺസിന്റെ കൂട്ടുകെട്ട് കേരളത്തിന് പ്രതീക്ഷ നൽകിയെങ്കിലും 34 റൺസ് എടുത്ത മുഹമ്മദ് അസ്റുദ്ദീൻ ദർശൻ നൽഗണ്ടയുടെ പന്തിൽ LBW ആയത് കേരളത്തിന് തിരിച്ചടിയായി. തുടർന്നെത്തിയ ജലജ് സക്സേനയും സച്ചിന് മികച്ച പിന്തുണയായി. ഇരുവരും ചേർന്ന് 7-ാം വിക്കറ്റിൽ 46 റൺസ് കൂട്ടിച്ചേർത്തു. കേരള സ്കോർ 300-ഉം കടന്ന ലീഡിലേക്ക് നീങ്ങിയേക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായി സച്ചിൻ ബേബി പുറത്തായത്. അർഹിച്ച സെഞ്ചുറിക്ക് 2 റൺസ് അകലെയാണ് സച്ചിൻ പുറത്തായത്. 235 പന്തുകളിൽ 10 ബൗണ്ടറി അടക്കം 98 റൺസ് നേടിയ സച്ചിൻ പാർത്ഥ് രഖഡയുടെ പന്തിൽ കരുൺ നായർ പിടിച്ചാണ് പുറത്തായത്. തുടർന്ന് കേരളത്തിന്റെ ചെറുത്തുനിൽപ്പ് അധികം നീണ്ടില്ല. 18 റൺസ് കൂടി ചേർക്കുന്നതിനിടെ ശേഷിക്കുന്ന 3 വിക്കറ്റുകൾ കൂടി നഷ്ടമായി. ജലജ് സക്സേന 28-ഉം ഏതൻ ആപ്പിൾ ടോം 10-ഉം നിതീഷ് 1 റണ്ണും എടുത്ത് പുറത്തായി. കേരളത്തിന്റെ ഇന്നിംഗ്സ് 342-ന് അവസാനിച്ചു. ഇപ്പോൾ ഫൈനൽ പോരാട്ടത്തിന്റെ 2-ാം ഇന്നിംഗ്സിൽ വിദർഭ ബാറ്റിംഗ് തുടരുകയാണ്. വിദർഭയെ പിടിച്ചുകെട്ടാനായെങ്കിൽ മാത്രമേ കേരളത്തിന് രക്ഷയുള്ളൂ. എന്തായാലും എന്താകും കളിക്കളത്തിൽ നടക്കുക എന്ന് കണ്ടറിയാം.